ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച കരാർ ജീവനക്കാരൻ ചികിത്സ ലഭിക്കാതെ മരിച്ചു. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അമ്പൂരി സ്വദേശി സന്തോഷിനാണ് ജീവൻ നഷ്ടമായത്. മണിക്കൂറുകളോളം സന്തോഷിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിൽ പ്രതിഷേധം തീർത്തു. പോലീസ് ഇടപെട്ടാണ് മൃതദേഹം പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റിയത്. സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഏറെ കൊട്ടിക്കൊഷിച്ച് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പാറശാല താലൂക്ക് ആശുപത്രിയിലാണ് ദാരുണമായ സംഭവം നടന്നത്. അമ്പൂരി സ്വദേശിയായ 40 വയസ്സുകാരൻ സന്തോഷിനാണ് ജീവൻ നഷ്ടമായത്. ആശുപത്രിക്ക് സമീപം തന്നെ സന്തോഷ് KCBയുടെ കരാർ ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെ കുഴഞ്ഞു വീണതോടെയാണ് സഹപ്രവർത്തകർ ഉടനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ സന്തോഷിനെ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ മതിയായ ഓക്സിജൻ സൗകര്യമില്ലായിരുന്നു. ഡ്യൂട്ടി ഡോക്ടറും ഈ സമയം സ്ഥലത്തില്ലായിരുന്നു. മിനിറ്റുകൾക്കകം തന്നെ സന്തോഷിന്റെ ആരോഗ്യനില വഷളാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ഇതോടെ ബന്ധുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിൽ പ്രതിഷേധം തീർത്തു. മണിക്കൂറോളം പ്രതിഷേധം തുടർന്ന ബന്ധുക്കളെ പോലീസ് അനുനയിപ്പിച്ചാണ് പിന്നീട് ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. പിന്നീട് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സന്തോഷിന്റെ കുടുംബം പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർ ആരും തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 48.86 കോടി രൂപ ചെലവഴിച്ചാണ് പാറശാല താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഉയർത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 29-ന് മുഖ്യമന്ത്രിയാണ് ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതും. ജനം, തിരുവനന്തപുരം.